പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, ഫിഫ്ത്ത് സെമ്മിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കേണ്ട ഒരു പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഇൻകം ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇൻകം ടാക്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1860 അന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻകം ടാക്സ് എന്ന് പറയുന്ന വരുമാനത്തിൻ്റെ മേലിൽ ടാക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെയിംസ് വിൽസണാണ്. അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിട്ടുള്ള വിൽസനാണ് 1860. അങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം നമുക്കറിയാം. 1857 ഇന്ത്യയിൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യം, ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് നടന്നിരുന്നത്. ആ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനനുബന്ധിച്ച് ബ്രിട്ടീഷുകാർക്കുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി ഇന്ത്യക്കാരുടെ മേലിൽ അവർ ചുമത്തിയ ഒരു ടാക്സ് ആയിരുന്നു ആദ്യം 1860 ജെയിംസ് വിൽസൺ കൊണ്ടുവന്നത്. അങ്ങനെ 1886 ആയപ്പോഴേക്കും ഒരു പ്രത്യേക ഇൻകം ടാക്സ് ആക്ട് തന്നെ, സെപ്പറേറ്റ് ഇൻകം ടാക്സ് ആക്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. പിന്നെ അത് 1917 വരെ അതേ ഇൻകം ടാക്സ് ആക്ട് തന്നെ പോയി. അങ്ങനെ 1918 പുതിയൊരു ആക്ട് കൊണ്ടുവന്നു. ഓക്കെ, ന്യൂ ആക്ട് വാസ് പാസ്ഡ് ആൻഡ് അഗെയിൻ ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ അനദർ ന്യൂ ആക്ട് വാസ് പാസ്ഡ് ഇൻ 1922. 1922 ആയേക്കും 1918 ഇൻകം ടാക്സ് ആക്ട് മാറ്റി പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെന്നറിയാലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ആളുകൾക്ക് ടാക്സ് ഇവേഷൻ നടത്താൻ, ടാക്സിൽ വെട്ടിപ്പ് നടത്താനും, അതുപോലെ തന്നെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു നിയമമായതിനാലും ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഗവൺമെൻറ് തീരുമാനിച്ചു. അതിനുവേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ലോ കമ്മീഷൻ 1956 അപ്പോയിൻ്റ് ചെയ്തു. അവരുടെ റിപ്പോർട്ട് 1958 സെപ്റ്റംബർ മാസത്തിൽ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇതിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വരുത്തേണ്ടത്, എങ്ങനെയൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടി ലോ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മീൻ ടൈം, അതായത് ആ ലോ കമ്മീഷനെ നിയമിക്കുന്ന അതേ സമയം തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഡയറക്റ്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റീനെ നിയമിച്ചു. ഇവരുടെയും ജോലി തന്നെയായിരുന്നു എന്തൊക്കെയാണ് ആളുകൾ എങ്ങനെയാണ് ടാക്സ് ഇവേഷൻ നടത്തുന്നത്, ഇതിലെന്തെങ്കിലും അമെൻമെൻറ്റ് വേണോ, മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, പുതിയ ടാക്സ് സിസ്റ്റം കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു പുതിയ കമ്മിറ്റീനെ അവർ നിയമിക്കുകയും ചെയ്തു. അവരുടെ റിപ്പോർട്ട് 1959 സമർപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 1961 ഇന്ത്യൻ ഗവൺമെൻറ് ഒരു പുതിയ ടാക്സ് ആക്ട് പാസ് ചെയ്തു. ന്യൂ ഇൻകം ടാക്സ് ആക്ട് 1961 വാസ് പാസ്ഡ്. അതാണ് ഇപ്പോഴും ഇന്ത്യയിൽ നിലനിന്ന് പോരുന്ന ഇൻകം ടാക്സ്. ഇതിൽ പല വിധത്തിലുള്ള അമെൻമെൻറ്റുകൾ, ഭേദഗതികൾ ടൈം ടു ടൈമിൽ വരുത്തുന്നുണ്ട്. ഇൻകം ടാക്സ് ലോ, അങ്ങനെ പല വിധത്തിലുള്ള ഇൻകം ടാക്സ് റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതേപോലെ തന്നെ അമെൻമെൻറ്റുകൾ ഓരോ വർഷവും അവതരിപ്പിക്കുന്ന ഫിനാൻസ് ആക്ടിൽ വരുന്ന സമൂലമായ മാറ്റങ്ങളൊക്കെ അമെൻമെൻറ്റ് ഭേദഗതികളും ഒക്കെ വരുത്തിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്, ഇൻകം ടാക്സ് ആക്ട് നോൺ ആസ് ഡാഷ്. ഇൻകം ടാക്സ് ആക്ട് 1961 എന്നാണ്. ഇപ്പോഴും നമ്മൾ നിലവിലുള്ള ഇൻകം ടാക്സ് ആക്ട് 1961 എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ആക്ട് വാസ് കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്റ്റ് ഫ്രം 1 April 1962. അത് ഇന്ത്യയിൽ, ഹോൾ ഇന്ത്യയിൽ, അതായത് ഹോൾ ഇന്ത്യ പല നിയമങ്ങളും ജമ്മു കാശ്മീരിനും സിക്കിമിനൊന്നും ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഇത് നിലവിൽ വന്നത് 1 April 1962 മുഴുവൻ ഇന്ത്യയിലും അത് നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ ഈ ആക്ട് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 എന്നാണ്. പക്ഷെ അത് ഇന്ത്യയിൽ എന്ന് നടപ്പിൽ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം 1 April 1962. അന്ന് മുതലാണ് ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. 1961 അത് പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യയിൽ നടപ്പിലായത് 1 April 1962 മുതലാണ്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിനെ കുറിച്ചും എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് അതിൻ്റെ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നത്
സർ ജെയിംസ് വിൽസൺ എന്ന ബ്രിട്ടീഷുകാരനാണ്. അത് മനസ്സിലാക്കുക, അതും ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി പറയുന്ന ഭാഗം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം ഇത് ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്ന ബേസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻകം ടാക്സ് ഒരു ആനുവൽ ടാക്സാണ്. വർഷത്തിലൊരു തവണയാണ് ഇൻകം ടാക്സ് ശരിക്കും സ്വീകരിക്കാറുള്ളത്. ഓക്കെ, വർഷത്തിലൊരു തവണ, അല്ലാതെ ഹാഫ് ഇയർലി ആയിട്ടോ മന്ത്ലി ഒന്നുമല്ല, വർഷത്തിലൊരു തവണ വാങ്ങുന്ന ടാക്സാണ്. ഇനി ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി നെക്സ്റ്റ് ഫോളോയിങ് അസസ്മെൻറ്റ് ഇയർ. ഒരു പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന വരുമാനത്തിന് അടുത്ത അസസ്മെൻറ്റ് ഇയറിലാണ് അതിന് ടാക്സ് ചെയ്യപ്പെടുക. ഈ വർഷം ഉണ്ടാക്കിയ വരുമാനം അടുത്ത വർഷമാണ് നമ്മൾ അസസ് ചെയ്യുക, ടാക്സിന് അസസ് ചെയ്യുക. പക്ഷേ ഈ പ്രീവിയസ് ഇയറിൽ തന്നെ നമ്മൾ ആ വരുമാനത്തിൻ്റെ മേലിൽ ടാക്സ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. പക്ഷേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ടാക്സ് അതോറിറ്റിക്ക് അസസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് നെക്സ്റ്റ് ഇയറിലാണ്. അപ്പോൾ അടുത്ത വർഷം ഉണ്ടാക്കുന്ന വരുമാനത്തിന് നമ്മൾ അസസ് ചെയ്യാൻ കൊടുക്കുന്നത് അടുത്ത വർഷത്തേക്കാണ്. ഇപ്പോൾ 2020 വർഷത്തെ നമ്മുടെ വരുമാനം ടാക്സ് ചെയ്യുന്നത് 2021 ഓക്കെ. ദെൻ ടാക്സ് റേറ്റ് ആർ ഫിക്സ്ഡ് ബൈ ആനുവൽ ഫിനാൻസ് ആക്ട് ബൈ യൂണിയൻ മിനിസ്ട്രി. പിന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രിയാണ്, കേന്ദ്രത്തിലുള്ള ഫിനാൻസ് മിനിസ്ട്രിയാണ് എന്ത് ചെയ്യുന്നത്, എത്ര രൂപയാണ് ടാക്സ് കൊടുക്കേണ്ടത്, ആ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യപ്പെടുന്നത് യൂണിയൻ ബജറ്റിലാണ്. ഈ ആനുവൽ ഫിനാൻസ് ആക്ടാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ആനുവൽ ഫിനാൻസ് ആക്ടാണ്. ഓക്കെ, ടാക്സ് റേറ്റ് എല്ലാ പേഴ്സൻ്റെ കയ്യിൽ നിന്നും ചാർജ് ചെയ്യും. പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽ എന്നല്ല, 7 ആളുകളുണ്ട്. അത് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പറയുന്നുണ്ട്. 7 ആളുകൾ ചേർന്നതാണ് പേഴ്സൺ എന്ന് പറയുന്നത്. വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല ഇൻകം ടാക്സിൽ പേഴ്സൺ എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ടാക്സ് ചാർജ് ചെയ്യുക എല്ലാ പേഴ്സൻ്റെ മേലുമാണ്. ഓക്കെ, ദെൻ ടാക്സ് ചാർജ് ചെയ്യുന്നത് ഓരോ പേഴ്സൻ്റെയും ടോട്ടൽ ഇൻകത്തിൻ്റെ മേലാണ്. ഓരോ പേഴ്സൻ്റെയും ടോട്ടൽ ഇൻകം എത്രയാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ മേലിലാണ് ഓരോ പേഴ്സണും ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഇൻകം ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് ഓർ പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം ടാക്സ് എപ്പോഴാണോ നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത് ആ സമയം തന്നെ അതിന് ടാക്സ് കൊടുക്കണം. 2019 ജനുവരിയിൽ ഉണ്ടാക്കിയ ഒരു വരുമാനത്തിൻ്റെ മേലിൽ 2019 ജനുവരിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുത്തിരിക്കണം. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ആരംഭത്തിൽ തന്നെ അത് കിഴിക്കും. ഇൻകം ടാക്സ് ആരംഭത്തിൽ തന്നെ കിഴിക്കും, അല്ലെങ്കിൽ അത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പേപ്പർ വർക്കുകളും അതിൻ്റെ അസസ്മെൻറ്റും നടത്തുന്നത് അടുത്ത വർഷത്തിലാണ്. 2019 ജനുവരിയിൽ ഉണ്ടാക്കിയ ഒരു ഇൻകത്തിൻ്റെ വരുമാനത്തിൻ്റെ 2019 വർഷത്തിൽ ഉണ്ടാക്കിയ ഒരു വരുമാനത്തിൻ്റെ ടാക്സ് അന്ന് തന്നെ അടക്കണം. പക്ഷെ അത് അസസ് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നത് അടുത്ത വർഷത്തിലാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഓക്കെ, ഇനി ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കി, ഒരു അസസ്സി എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കുന്ന ആൾ എന്നുള്ളതാണ്. അസസ്സി ആരാന്ന് ഇനി വരുന്നുണ്ട്. ഓക്കെ, ഒരു അസസ്സിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് അയാളെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്, അല്ലാതെ ഒരു വ്യക്തിൻ്റെ സിറ്റിസൺഷിപ്പ് നോക്കിയിട്ടല്ല. ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസനാണ് എന്ന് കരുതി അയാൾ ചിലപ്പോൾ ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഒരു വ്യക്തി ഫോറിൻ സിറ്റിസനാണ്, ഒരു വിദേശ സിറ്റിസനാണ് എന്ന് കരുതി അയാൾ ഇവിടെ വരുമാനത്തിൻ്റെ മേലെ ടാക്സ് കൊടുക്കണ്ട എന്നും പറയാൻ പറ്റില്ല. അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എത്ര, അയാൾ എത്ര വർഷം അല്ലെങ്കിൽ എത്ര ദിവസം ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന്, ഇൻകം ടാക്സിൻ്റെ റേറ്റ് ആരാണ് ഫിക്സ് ചെയ്യുന്നത്, ആനുവൽ ഫിനാൻസ് ആക്ടാണ് എന്നുള്ളതും, പിന്നെ ഒരാളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അയാളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ മേലിലാണെന്നുള്ളതും, ഒരാളുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ആനുവൽ ടാക്സ് ആണെന്നുള്ളതും ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഇത് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഓരോന്നും നല്ലവണ്ണം ഒന്നും കൂടി വായിച്ച് നോക്കി മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇൻകം ടാക്സ് ആക്ടിൻ്റെ ചില ക്യാരക്ടറിക്സ്, നേരത്തെ അവിടെ പറയാൻ വിട്ടുപോയ ചില ക്യാരക്ടറിക്സ് നമുക്കിവിടെ പറയാം. ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സാണ്. ടാക്സുകൾ 2 തരമുണ്ട്, ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ്. എന്താ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? ഇതിൻ്റെ ബേർഡനും ഒരാളെ കൈവശമായിരിക്കും, അത് റെസ്പോൺസിബിലിറ്റിയും ഒരാളെ കൈവശം തന്നെ ആയിരിക്കും.
ഈ ഇൻകം ടാക്സിൻ്റെ ഇത് അതാരാണോ ആ വരുമാനം ഉണ്ടാക്കുന്നത്, ആ വരുമാനം ഉണ്ടാക്കുന്ന ആൾ തന്നെ അതിൻ്റെ ടാക്സ് കൊടുക്കേണ്ടി വരും. അയാളെ ലയബിലിറ്റി അയാളുടെ പേരിൽ തന്നെയാണ്, വരുമാനം അയാളുടെ പേരിൽ തന്നെയാണ്. അവനാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ GST ആണ്. GST എന്ന് പറയുന്നത് കൊടുക്കാൻ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആൾ വേറൊരുത്തനും അത് കൊടുക്കുന്നത് വേറെ. കസ്റ്റമറാണ് GST കൊടുക്കുന്നത്, പക്ഷേ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ അത് മാനുഫാക്ചർ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഇത് വിൽക്കുന്ന ആളാണ്. അപ്പോൾ GST, സെയിൽസ് ടാക്സ്, വാറ്റ് മുതലായൊക്കെ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. കാരണം അത് ആരാണോ ആ വരുമാനം ഉണ്ടാക്കിയത് ആ വ്യക്തി തന്നെ നേരിട്ട് അടയ്ക്കേണ്ടതാണ്. പക്ഷേ GST പോലുള്ളത് അങ്ങനെയല്ല. അയാളെ ബേർഡൻ അയാൾ വേറെ ആളുടെ മേലിലേക്ക് കൊടുക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇൻകം ടാക്സ് ഈസ് ഡാഷ് ടാക്സ് എന്ന്. ഇൻകം ടാക്സ് എന്ത് ടാക്സ് ആണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു മേജർ റവന്യൂ സോഴ്സ് ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മേജർ റവന്യൂ സോഴ്സ് കൂടിയാണ് ഇൻകം ടാക്സ്. ഈ കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ആരാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഓക്കെ, ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ 7ഓളം ആളുകൾ ചേർന്നതാണ്, 7 സാധനങ്ങൾ ചേർന്നതാണ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല ഇൻകം ടാക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, താമസത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണ്. ഇന്ത്യയിൽ താമസക്കാരനാണെങ്കിൽ ടാക്സ് കൊടുക്കണം. അത് ഇന്ത്യൻ സിറ്റിസൺ ആവട്ടെ ഫോറിൻ സിറ്റിസൺ ആവട്ടെ. ഇന്ത്യയിൽ താമസക്കാരനല്ലെങ്കിൽ കൊടുക്കുകയും വേണ്ട. ഓക്കെ, പ്രസൻറ്റ് ഇൻകം ടാക്സ് ഈസ് നോൺ ആസ് ഇൻകം ടാക്സ് ആക്ട് 1961. എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. ഇൻകം ടാക്സ് ആക്ട് ഈസ് ഡാഷ് ഇയർ. ഏത് ഇയറാണ്? 1961 ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വന്നത്. പക്ഷേ അത് കെയിം ടു ഫോഴ്സ്, അത് നടപ്പിലാക്കിയത് 1962 ഫസ്റ്റ് ഏപ്രിൽ മുതലാണ്. ഓക്കെ, ഇനി ഇൻകം ടാക്സിൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് CBDT ആണ്. CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സുപ്രീം അതോറിറ്റി ആരാണ്? CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. അല്ലെങ്കിൽ CBDTൻ്റെ ഫുൾ ഫോം ചോദിക്കും. അപ്പോൾ എഴുതേണ്ടത് എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്നാണ്. ഓക്കെ, ഇനി ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഒരാളുടെ ടോട്ടൽ വരുമാനം, ഒരു അസസ്സിക്ക് എന്താണോ ടോട്ടൽ ഇൻകം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം. ഇനി പറയുന്നത് ഇൻകം ടാക്സിന് 5 ഹെഡുകളുണ്ട്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടതാണ്. ഇൻകം ടാക്സിന് 5 ഹെഡുകളുണ്ട്. എന്താ ഇൻകം ടാക്സ് എന്ന് ചോദിച്ചാൽ ഈ 5 ഹെഡെങ്കിലും പറയാൻ നിങ്ങൾക്ക് അറിയണം. 5 ഹെഡുകളിലാണ് ഇൻകം ടാക്സ് പറയുന്നത്. ഓരോ ഹെഡിലും എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണ്, ഒരു ഇൻഡിവിജ്വൽ അസസ്മെൻ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻകം ടാക്സ് 5 ഹെഡുകളിൽ നിന്നാണ് വരിക. 1 ഇൻകം ഫ്രം സാലറിയിൽ നിന്നുണ്ടാകുന്ന വരുമാനം. 2 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, എന്തെങ്കിലും ഹൗസ് പ്രോപ്പർട്ടികൾ വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് വല്ല റെൻറ്റും കിട്ടുന്നുണ്ട് ആ വരുമാനത്തിന്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ഒരു വ്യക്തിക്ക് ബിസിനസ്സിൽ നിന്നോ അയാൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നിന്നോ ഉണ്ടാകുന്ന ലാഭമോ നേട്ടമോ, അതും ഇൻകം ടാക്സിലൊരു ഹെഡാണ്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ അസറ്റുകൾ വിറ്റ് ലാൻഡോ ബിൽഡിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും അസറ്റുകൾ, ജ്വല്ലറിയോ അങ്ങനെ എന്തെങ്കിലുമുള്ള അസറ്റുകൾ വിറ്റ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ലാഭം. അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്. മുകളിൽ പറഞ്ഞ 4 വരുമാനത്തിലും 4 ഹെഡിലും പെടാത്തത് എവിടെ വരും? ഇൻകം ഫ്രം അതർ സോഴ്സസിൽ എന്ന കാറ്റഗറിയിൽ പെടും. ഇത്തരം 5 ഹെഡുകളാണ് ഇൻകം ടാക്സിനുള്ളത്. ഇൻകം ടാക്സ് ഹാവിങ് 5 ഹെഡ്സ്. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. എന്താ ഇൻകം ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 ഹെഡെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഓക്കെ, ഇൻകം ടാക്സ് എന്ത് ടാക്സാണ്? ഒരു ഡയറക്റ്റ് ടാക്സാണ്, നേരിട്ട് അടക്കുന്ന ടാക്സാണ്. വേറെ വ്യക്തിയുടെ പേരിൽ അതിൻ്റെ ബേർഡൻ അതുണ്ടാക്കി ആൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സാണ്. ഇത് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ് എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിന് സുപ്രീം അതോറിറ്റി ഉണ്ട്, CBDT. ബാങ്കുകളുടെ സുപ്രീം അതോറിറ്റി RBI എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് ആരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, CBDT. ഈ CBDT ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അണ്ടറിലാണ് കേട്ടോ. CBDT എന്ന് പറയുന്നത് ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. CBDT ആരുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്? CBDT വർക്ക് ചെയ്യുന്നത് ആരുടെ അണ്ടറിലാണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അണ്ടറിലാണ്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയും, ഇപ്പോൾ നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഇപ്പോഴത്തെ അതാരാ? നിർമ്മല സീതാറാം. അപ്പോൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററിയുടെ
അടിയിലാണ് CBDT, അവരുടെ അണ്ടറിലാണ് CBDT വർക്ക് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് CBDTയുടെ അണ്ടറിലാണ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ് നോട്ടായിട്ട് എഴുതിയെടുക്കുകയും ചെയ്യുക.